ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ കുറച്ച് മഞ്ഞളുണ്ട്. അപ്പോൾ മഞ്ഞളൊക്കെ ഒന്ന് പറിക്കാം. അത് പറിക്കണതും പുഴുങ്ങണതും ഞാൻ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ മഞ്ഞൾ ഞാൻ ഇവിടെ വീട്ടിൽ പറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ വെച്ചപ്പോൾ ആ കിട്ടിയതിൻ്റെ മഞ്ഞൾ എനിക്ക് പറ്റണ മാതിരി ഞാൻ അവിടെ ഇവിടെ 3 സ്ഥലത്തായിട്ട് കുറച്ച് അങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇത്രയൊക്കെ ഒരു കൊട്ടയ്ക്കുള്ളത് കിട്ടി. പക്ഷെ ഇത് കഴുകിയൊക്കെ വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഏരി എടുത്തിട്ടും നല്ലോണം അങ്ങനെ ആയിട്ടൊന്നുമല്ലല്ലോ കുഴിച്ചിട്ടത്. അപ്പോൾ അത് കാരണം നമുക്ക് ഇത്രയാണ് കിട്ടിയത്. പിന്നെ ഇത് അതിൻ്റെ കുഴിച്ചിടാനായിട്ട് നമുക്ക് ഇത്രയധികം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ലവണ്ണം ഏരി എടുത്തിട്ട് കുഴിച്ചിടണം. അപ്പോൾ അടുത്ത കൊല്ലത്തെ ആകുമ്പോഴേക്കും ഇതിന് തോനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊക്കെ നല്ലോണം കഴുകിയെടുത്തു. കഴുകി മണ്ണുണ്ടല്ലോ, അപ്പോൾ നല്ലോണം മണ്ണൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം വാരയൊക്കെ വെച്ച് അതൊന്ന് പുഴുങ്ങിയെടുത്തു. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങിയെടുത്താൽ കേടുകൂടാണ്ട് നമുക്ക് കുറേ കാലം പൊടി ഇരിക്കുകയും ചെയ്യും, നല്ലതുമാണ്. അപ്പോൾ അങ്ങനെ അത് കലത്തിലൊക്കെ വെച്ച് നന്നായി ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഞാനത് ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അരിഞ്ഞിട്ടത് വെയിലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കാനിട്ടു. അപ്പോൾ നല്ലോണം വെയിലത്തിട്ട് നല്ല വെയിലുണ്ടായിരുന്ന കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ കിട്ടി. ഉണങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യം പറിച്ചപ്പോൾ തോനെയുണ്ടല്ലോ, അത് പറിച്ച് കഴിഞ്ഞപ്പോൾ കഴുകിയപ്പോൾ ഇതാക്കിയപ്പോഴും പുഴുങ്ങിയപ്പോഴും കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണക്കാട്ടപ്പോഴോ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ഒരു വട്ടോർത്തിലേക്ക് ഉള്ളതാ കിട്ടിയുള്ളൂ. അതും നിറച്ചൊന്നും കിട്ടിയില്ല, എന്നാലും വേണ്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടി കിട്ടി. 1 കിലോ തികച്ചില്ല കേട്ടോ പൊടി. അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടിയതല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, ടാറ്റാ ബൈ.